ഡൽഹിയിലെ വെള്ളക്കെട്ടിൽ മരിച്ച വിദ്യാർത്ഥികളിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. എറണാകുളം സ്വദേശി നവീനാണ് മരിച്ചത് എന്നാണ് അറിയുന്ന വിവരം. രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലെ ബേസ്മെന്റിലെ വെള്ളത്തിൽ വീണാണ് 3 വിദ്യാർത്ഥികൾ മരിച്ചത്. ആ പ്രദേശത്ത് നിരവധി മലയാളി വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുമുണ്ട്. നമ്മൾ പറഞ്ഞതാണ്. അനൂപ് ദാസ് അവിടെ നിന്നും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനൂപ്, 3 വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോഴും അതിലൊരു മലയാളി ഉണ്ടാകുമെന്നൊരു പക്ഷെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകില്ല. എറണാകുളം സ്വദേശിയാണ് എന്നറിയുന്നു. ആരാണ്? കൂടുതൽ വിവരങ്ങൾ. എറണാകുളം സ്വദേശിയായ നവീൻ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. പോലീസ് ഇവിടെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ്. IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് അല്പസമയം മുമ്പ് മരണപ്പെട്ടതിൽ ഒരു മലയാളിയുമുണ്ട്, അത് നവീനാണ് എന്ന വിവരം വിദ്യാർത്ഥികളെ അറിയിച്ചത്. എന്നാൽ നവീന്റെ അഡ്രസ്സോ മറ്റു കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അത് മാത്രവുമല്ല, ജില്ലാ ഭരണകൂടം ഈ മരണം സ്ഥിരീകരിച്ചിട്ട് ആരാണ് മരണപ്പെട്ടതെന്ന കാര്യം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ ഇപ്പോൾ പ്രതിഷേധമാണ്. പോലീസ് വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നുണ്ട്. അതിശക്തമായ പ്രതിഷേധം നമ്മൾ തുടരും. ആരാണ് ഈ കിടപ്പും ഉത്തരവാദിയാണ് നമ്മളെ സംബന്ധിച്ച് ദുഃഖകരമായ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്ന ജില്ലാ ഭരണകൂടം അനൂപിലേക്ക് എത്താം. കാരണം ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ സ്ഥലത്ത് നിൽക്കുന്ന ആ പ്രതിഷേധം ഉള്ളത് കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് ക്ലിയർ ആക്കുക. കാരണം അത് പ്രധാനപ്പെട്ട ഒരു വിവരമാണ്, നമ്മളെയൊക്കെ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന വിവരമാണ്. ഡൽഹിയിലെ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിൽ ഉണ്ടായ സംഭവത്തിൽ ആ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചവരിൽ മലയാളിയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു മലയാളി വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. എറണാകുളം സ്വദേശിയായ നവീനാണ് മരിച്ചത് എന്നാണ് അവിടെ നിന്നുമുള്ള അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടില്ല, എന്നാലും എറണാകുളം സ്വദേശിയാണ് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിലാണ് കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ വെള്ളം കയറുകയും 3 വിദ്യാർത്ഥികൾ മരിക്കുകയും ചെയ്തത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഡൽഹി വനിതാ കമ്മീഷൻ സ്വാതി മാലിവാൾ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്വാതി മാലിവാൾ സമരക്കാരുമായി സംസാരിക്കാൻ വേണ്ടി എത്തി. അവർക്ക് നേരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. അതിനിടയിൽ പോലീസുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാതി മാലിവാളിന് നേരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, അത് തടയാൻ പോലീസുണ്ട്. സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇവിടെ. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട വിവരം പക്ഷേ വളരെ സമാധാനത്തോടെ സ്വാതി മാലിവാളിനെ കേൾക്കുന്നില്ല. അവർ പ്രതിഷേധിക്കുകയാണ്. സ്വാതി മാലിവാളിനോട് തർക്കിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഡൽഹിയിലെ രാജേന്ദ്ര നഗറിൽ. വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്നില്ല. വിദ്യാർത്ഥികൾ സ്വാതി മാലിവാളുമായി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ നിങ്ങൾ സമാധാനപ്പെടൂ, ഞാൻ സംസാരിക്കട്ടെ എന്ന് സ്വാതി മാലിവാൾ പറയുന്നത് തുടർച്ചയായി കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ. मैम समाज को मना करने के लिए क्या
അതിരൂക്ഷമായ വാക്കേറ്റം നടക്കുന്നതിന് ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നു. സ്വാതി മാലിവാൾ സമരസ്ഥലത്ത് കുത്തിയിരിക്കുന്നു. Madam, please, you don't want you to sit here. Please request you to not to sit here. Madam, please. സ്വാതി മാലിവാൾ സമരസ്ഥലത്ത് കുത്തിയിരുന്ന് വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ നിലപാട് വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നു. സംഘർഷ സ്ഥിതി തുടരുകയാണ് രജീന്ദ്രൻ നഗറിൽ. വിദ്യാർത്ഥികൾ സ്വാതി മാലിവാളുമായി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, അവർ സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ സംസാരിച്ചിട്ടേ പോകൂ എന്ന നിലപാടെടുത്ത് സ്വാതി മാലിവാൾ റോഡിൽ കുത്തിയിരിക്കുന്നതിന്റെ കാഴ്ച നമുക്കിപ്പോൾ കാണാൻ പറ്റുകയാണ്. നാടകീയമായ രംഗങ്ങൾ രജീന്ദ്രൻ നഗറിൽ നടക്കുകയാണ്. നൂറോളം വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അവർക്കിടയിലേക്കാണ് സ്വാതി മാലിവാൾ എത്തിയത്. വിദ്യാർത്ഥികളുമായി സംസാരിക്കണമെന്നതായിരുന്നു ആവശ്യം. എന്നാൽ വിദ്യാർത്ഥികൾ അതിന് തയ്യാറായില്ല. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന സ്വാതി മാലിവാൾ അവരുമായി വിദ്യാർത്ഥികൾ സംസാരിക്കുന്നു.